അതെ, ഞങ്ങൾക്ക് പിന്നെ ആ മഴ ഒരു 7 മണിയാകുമ്പോഴാണ് മഴ ലേശം ശക്തമാകുന്നത്. ആ ശക്തമായപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഏട്ടൻ വിളിച്ചിരുന്നു, മൂത്തേട്ടൻ വിളിച്ചു മാറാൻ പറഞ്ഞ എൻ്റെ ഇളയ ഏട്ടനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇട്ട ഡ്രസ്സോട് കൂടി അങ്ങോട്ട് മാറി പിന്നെ ഞങ്ങൾ താമസിച്ച ക്വാർട്ടേഴ്സ് മുഴുവൻ പോയി. ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, വേറെ ബൈക്ക് ഞങ്ങൾ ഒരുക്കി കൂട്ടി വെച്ച എല്ലാം പോയി. ഒന്നുമില്ല ഞങ്ങൾക്ക് ഇനി ഒരു ഏട്ടനെ ഇനിയും കിട്ടാനുണ്ട്. ഏട്ടൻ്റെ മോനെ കിട്ടി, ബാക്കി ഞങ്ങളുടെ നാട് മൊത്തം ഞങ്ങളെ ചതിച്ച് എല്ലാം പോയി. ഇനി അങ്ങോട്ട് എന്തെന്നുള്ളത് ആണ് പ്രശ്നം. ഈ വീട്ടും കുടുംബമൊക്കെ പോകുന്നു അല്ലേ? രണ്ട് ചേട്ടന്മാരും ഇവിടെ? ഒരു ചേട്ടൻ പോയി, കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഉണ്ട്, കിട്ടിയിട്ടില്ല. നിങ്ങൾ കുടുംബമായിട്ട് ഇവിടെ പോകുന്നു? മോളെ എവിടെ പഠിക്കണേ? മേപ്പാടി. പേരെന്താ? വിദ്യ. മോള് പഠിക്കുന്ന ഈ സ്കൂൾ തന്നെയാണ്? അല്ല, വിട്ടൊരു കോളേജ്. പ്ലസ് ടു അല്ലേ? പഠിച്ചിരുന്ന സ്കൂള് വെള്ളർമല സ്കൂളല്ലേ? ആ സ്കൂള് ആണ് ഇപ്പം ഇല്ലാണ്ടായത്, പോയി അല്ലേ? പ്രദേശം മുഴുവൻ എല്ലാം പോയി. കുറെ 500-ൽ കൂടുതൽ ആളുകളെ നഷ്ടപ്പെട്ട് വീട് ഒരു സൈഡ് തന്നെ 100 ചില്ലറ നമ്മളെ ചുരൽമല 100 ചില്ലറ വീടുകൾ പോയി. 500-ൽ കൂടുതൽ ആളുകൾ പോയിട്ടുണ്ട്. കുറെ ആളുകളെ കിട്ടി, ഇനിയും കുറെ ആളുകളെ കിട്ടാനുണ്ട്. എന്ത് ചെയ്യും എന്നുള്ളത് ഇനിയിപ്പോ നാളെ എന്ത് എന്നുള്ളതാണ്. ഇനിയിപ്പോ ക്യാമ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവില്ലല്ലോ. ഇനി എങ്ങനെയാണ് നാളേക്കുള്ളത് ഗവൺമെന്റും എല്ലാം കാണുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അക്കാര്യത്തില് നമ്മൾ എല്ലാവരും ഉണ്ട്. നമുക്ക് നാളെ പറ്റിയുള്ള ആശങ്കയൊക്കെ ഉണ്ട്. എന്നാലും ഈ നാടൊപ്പം നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് എനിക്ക് പറ്റുള്ളൂ. അതുണ്ടാവുകയും ചെയ്യും. അവർ ഉറപ്പേ തരാറുള്ളൂ. നമ്മളുടെ സ്കൂൾ പുസ്തകം ഇതൊക്കെ പോയിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞ് അവസാന നിമിഷം പെട്ടെന്ന് പോരുമായിരുന്നു അല്ലേ? എങ്ങനെയുള്ള ഈ വെള്ളം വന്ന് കയറുമ്പോ ഞങ്ങൾ പെട്ടെന്ന് മാറി അവിടെ നിന്ന്. അവിടെയും മൊത്തം പെട്ടെന്ന് അന്ന് പോകുന്നതാ നിങ്ങൾ എല്ലാവരും കൂടി? ഞങ്ങളന്ന് പോന്നത് തന്നെയായിരുന്നു. മക്കളും കുടുംബമൊക്കെ എല്ലാവരും പോന്നത്. വില്ലേജിന്റെ അപ്പുറത്തേക്കായിരുന്നു. ഞങ്ങളെ വീടിനെ അത്ര ബാധിച്ചിട്ടില്ല. മകള് ഇരിക്കുന്ന വീടിനാണ് ബാധിച്ചത്. അവര് നിൽക്കുന്നത് 1 മണിക്ക് രാത്രിയൊക്കെ വെള്ളത്തിന്റെ അടിയിലായിരുന്നു ഞങ്ങൾ നീന്തുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ്. വെള്ളത്തിന്റെ അടിയിലായിരുന്നു. മണ്ണും ഇതൊക്കെ വന്നിട്ട് കാലിനൊക്കെ ഭയങ്കര നീന്തി കയറി പോരെയാണ് ചെടി കൂടെ അല്ലേ? അല്ല, ഞങ്ങള് വേറെ അതുകൊണ്ടൊന്നും അത്രയൊന്നും പറ്റിയിട്ടില്ല. ഭയങ്കര പേടിയായി. പ്ലസ് ടു കഴിഞ്ഞ് രാത്രി ഒരു 12 മണി 2 മണി ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഞങ്ങള് അറിയുന്നത്. വാതിൽ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുമ്പോ അടിച്ചു കയറിയിരുന്നു വെള്ളം. പിന്നെ നമുക്ക് ഒന്നും എടുക്കാത്ത സാഹചര്യമാണല്ലോ. ഞങ്ങൾ എന്താക്കി വേഗം ഓടി രക്ഷപ്പെട്ടു. ഷബ്ന. മൊത്തം പോയി. ഞങ്ങളും അങ്ങനെ തന്നെ. ഞങ്ങൾ 3 പേരെ ഒന്നിച്ച് കിടന്നിരുന്നത്. പക്ഷെ ഇവിടുന്ന് ഒരു സൗണ്ട് കേട്ടപ്പോ ഞങ്ങൾ അണിച്ച് കഥ തുറന്ന് നോക്കുമ്പോ മുന്നുഭാഗം പുറകുഭാഗം ഫുള്ള് വെള്ളം. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഓടി തൊട്ടടുത്ത വീട്ടിൽ കയറി നിന്നു. ചെളി കൂടെ വെള്ളത്തിൽ കൂടെ ഒക്കെ പോയി കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിന്റെ ആ സൈഡിൽ നിൽക്കുമ്പോഴാണ് 2ാമത്തെ പൊട്ട് കിട്ടുന്നത്. പിന്നെ എങ്ങനെയൊക്കെ ഇനിയിപ്പോ അങ്ങോട്ട് പോണത് പരാജയ. ചൂരമല ഉള്ളത് തന്നെയാണ്. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വീട് ചൂരമല തന്നെ. മോള് ഇങ്ങോട്ടാണ്, പഴയ വില്ലേജ് റോട്ടിലാണ് വീടുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെട്ടു. രാധ. എല്ലാരും എത്തിയിട്ടുണ്ട്. ഞാൻ വില്ലേജ് റോഡിന്റെ അവിടെയാണ്, പുതിയ വില്ലേജ് റോഡിന്റെ അവിടെയാണ്. നമ്മളെ പ്രദേശം മൊത്തം പോയി. മണ്ണിടുന്ന എല്ലാം പോയി. മണ്ണ് എല്ലാം പിന്നെ ഉണ്ടാക്കാത്ത മണ്ണ്, മരങ്ങളും കല്ലുകളെല്ലാം വന്നിട്ട് നമ്മുടെ വീടിന്റെ മേലെയാണ് ഉള്ളതെല്ലാം. നമ്മുടെ വീട് അടിയിലുമായി മണ്ണുകളൊക്കെ വന്നിട്ട് മേലെയായിട്ട് അവിടുന്ന് അത്ര ബോഡികളൊക്കെ കുറെ എടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ അവിടുന്ന് ആ ഒച്ച കേട്ട് നമ്മൾ എല്ലാം കയറി നമ്മൾ കുന്നിന്റെ മുകളിലേക്ക് നമ്മൾ രസപ്പെട്ടതാണ് ഓടിയിട്ട് ഞങ്ങളതിന്. അങ്ങനെ ഞങ്ങളെ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചതാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ട്. മാധവി എല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്.
മുറ്റത്ത് ഞങ്ങൾ എല്ലാവരും ഓടി ഞങ്ങൾ കഴിച്ചിട്ടായത് മേലേക്ക് ഞങ്ങൾ ഓടി കഴിച്ചിട്ടായത് ഫോറസ്റ്റ് കാട്ടിലേക്ക് ഓടി കഴിച്ചിട്ടായത് ഞങ്ങൾ അങ്ങനെ വന്നതാണ്. പേടിക്കണ്ട, നമ്മള് എല്ലാവരും ഉണ്ടാവും. എനിക്കിപ്പോ പറയാനുള്ളൂ കേട്ടോ, എല്ലാവരും ഉണ്ടാവും.